ഏട്ടാ ഏട്ടൻ എന്തിനും വിഷമിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഏട്ടൻ നിരാകാരം കിടക്കാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീരുമോ? അജയനെ തിരിച്ചെടുക്കുമോ? ആരെന്ത് പറഞ്ഞാലും ഏട്ടൻ നിരാകാരം കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടി ഇതിപ്പോ ആരെങ്കിലും ഒരാൾ കിടന്നേ പറ്റുള്ളൂ. ഫാസിലിനാണെങ്കിൽ പ്രശ്നമാണ്. ഫാസിലിന്റെ വീട്ടിൽ സമ്മതിക്കില്ല. അവളെ അമ്മ പ്രശ്നം, അല്ല അവന്റെ അമ്മ പ്രശ്നം, അവന്റെ ഭാര്യ പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നം തന്നെ. അപ്പൊ ഏട്ടനും പറയണേ ഏട്ടന്റെ വീട്ടിൽ പ്രശ്നമാന്ന് പറയണേ. ഇത് ആരെങ്കിലും ഒരാൾ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിൽക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ സെക്രട്ടറി ഇടപെട്ടെന്നേ. അങ്ങനെയാണടി പറയണത്. ഇപ്പൊ എനിക്കൊരു ഇന്നലെ ഇപ്പൊ അജയന്റെ ആവശ്യം, നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറിപ്പോയാൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ മെനക്കെട്ടേ പറ്റൂ. അതിനിപ്പോ മാറ്റമൊന്നും പറ്റില്ല. ആരെങ്കിലും ഒരാൾ മെനക്കെട്ടാ പോരെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മെനക്കെട്ടെ. എല്ലാവരുടെയും കൂടെ ആവശ്യമല്ലേ ഇത്? നിനക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ചുമ്മാ നീ പിന്നെ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. ഒരു നേരം ഒന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ കയ്യും കാലും വിറക്കണ ആളാണ് ഞാൻ. സമ്മതിക്കത്തില്ല എന്തൊക്കെ പറഞ്ഞാലും. നീ സമ്മതിക്കണ്ട, ഞാൻ രാവിലെ പോയിക്കോളാം. പിന്നെ പോകും, എനിക്കൊന്ന് കാണുമല്ലോ പോണത്. എന്തായാലും സമ്മതിക്കത്തില്ല. എന്താ നേരത്ര എന്താ പിടിക്കണേ? പോയിട്ട് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നാളെ രാവിലെ നിരാഹാരം കിടക്കാൻ പോണോന്ന്. അതിന് ഇന്നെ എന്തിനാ ഉറക്കം വെച്ചിരിക്കണേ? നാളെ അല്ലേ പോവാ. ഞാൻ എന്തായാലും വിടത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? പിന്നെ ഇനി വല്ലവർക്കും വേണ്ടിട്ട് ഇനി പോയി പട്ടിണി കിടക്കാനായിട്ടാണ്. എടി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി മുതൽ എത്ര പ്രഗത്ഭ നേതാക്കന്മാര് നിരാഹാരം ഇരുന്ന് ഓരോരോ ആവശ്യങ്ങൾ നേടി തന്നിരിക്കണു. അതൊക്കെ അവർക്ക് വേണ്ടിട്ടാ. അവരല്ലേ. എന്നാലും ഞാൻ ഏട്ടനെ വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ പെണ്ണ് എന്താ ഈ പറയണത്? ഒത്ത കൂട്ടുകാരന് വേണ്ടിയിട്ട് യൂണിയനിലെ പ്രശ്നം ഉണ്ടാക്കിയത് എന്തെങ്കിലും സമരം ചെയ്തിട്ട് അവനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇവന് ഫാസിലല്ലേ? അപ്പൊ ഇവരും ഇറങ്ങണ്ടേ? ഫാസിൽ പോയി കിടക്കട്ടെ. ഫാസിൽ കിടക്കൂലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനിയിപ്പോ നമ്മളിനി വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ തന്നെ പോണം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ എന്റെ സംശയമാണ്, ഈ നിരാഹാരം എന്ന് പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ? രാവിലെ ദോശയും ചമ്മന്തിയും കാണും. ഞാൻ സംശയം പറഞ്ഞു. അതെ, ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ അവിടെ നിരാഹാരം കിടക്കണമെന്നേ ഉള്ളൂ. നേതാക്കന്മാരുണ്ട്, യൂണിയനിലെ മറ്റ് മെമ്പർമാരുണ്ട്. അവരിങ്ങനെ ഡെയിലി വരും, പ്രസംഗിക്കും, പ്രക്ഷോഭം ഉണ്ടാക്കും. ഇതൊക്കെ സമരത്തിന്റെ ഭാഗമാണ്. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാ, ഒരു മാസം 6 മാസമൊക്കെ സമരം നീണ്ടാലാണ് പ്രശ്നം. അതാ അപ്പൊ ഇങ്ങനെ സമരം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. കുടുംബത്തിൽ ആരെങ്കിലും കിടത്താൻ പറ്റുമോ? അതിൽ നല്ല നെയ്യാടി. നെയ്യാവുമ്പോണ്ടല്ലോ കുറച്ചും കൂടി ഇങ്ങനെ പത്രത്തിലൊക്കെ ഭയങ്കരമായിട്ട് വാർത്തകൾ വരും. സമരം വിജയിക്കും ചെയ്യും. ഏട്ടൻ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്തായാലും ഏട്ടനെ വിടത്തില്ല. ഫാസിൽ വരാണെങ്കിൽ ഞാൻ പറയും. നീ ചുമ്മാ ഞാൻ എന്തെങ്കിലും നോക്കിയാൽ സമാധാനം തരയില്ല. അതിനിപ്പോ തന്നെ ടെൻഷൻ അടിക്കണ്ട. ഈ എന്താ അവന്റെ പേര് പറഞ്ഞ് അജയനോട് കിടക്കാൻ പറഞ്ഞ എന്താ കുഴപ്പം? അവന്റെ ആണല്ലോ ആവശ്യം. അയാൾ കിടക്കട്ടെ, പോയി അവൻ കിടക്കട്ടെ. എന്റെ അമ്മാവ, ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നതാണോ അത് വേറൊരാള് പറയുന്നതാണോ നല്ലത്? അവൻ തന്നെ പോയി കിടന്നാലൊരു അർത്ഥമില്ലല്ലോ. അതിനല്ലേ നമ്മൾ വേറെ ആള് വേറെ ആൾക്കാർ കിടന്നാലാണ് അവൻ നല്ലവനാണ്, പാവാണ്, അതുകൊണ്ട് അവന്റെ പിന്നിൽ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു സംഭവം വരും. ഒരു യൂണിയനുണ്ട്, അല്ലെങ്കിൽ അവന് വേണ്ടി മരിക്കാൻ ആൾക്കാരുണ്ട്, അവന് വേണ്ടി ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇവരുടെ യൂണിയനിൽ എത്ര പേരുണ്ടെന്നറിയോ അമ്മാവാ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവര് രണ്ടുപേരല്ലേ ഒത്ത സുഹൃത്തുക്കള്. അവരത് ഏറ്റെടുക്കുക പറഞ്ഞ യൂണിയനിൽ തന്നെ അവർക്കുള്ള പേരും പെരുമ എന്താന്ന് കരുതി. വല്ലാതെ പേടിക്കൊന്നും വേണ്ട. ലാത്തി ചാർജ് എന്ത് വന്നാലുള്ള അടികൾക്ക് മറ്റുള്ളവർക്കേ കിട്ടുള്ളൂ. ഈ നിരാകാരം കിടക്കണമെന്നൊന്നും ചെയ്യില്ല. ഇനി ഭക്ഷണം കിട്ടാണ്ട് വിശന്ന് പറഞ്ഞ് ജീവൻ പോവാറാവുമ്പോ വല്ലവരും നിർബന്ധിച്ച് വല്ല ആംബുലൻസിൽ കയറ്റി ആസ്പത്രിയിൽ എത്തിക്കുക, അത്രേ ഉള്ളൂ. നീ ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. നാളെ തൊട്ടിട്ട് എത്ര ദിവസം ഇരിക്കേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല. നീ ചെന്ന് അവന് ഭക്ഷണം കഴിച്ചു കൊടുക്ക്. ഞാനൊരു കാര്യം പറയാം, ഏട്ടൻ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കരിങ്കാലി എന്ന് പറയും. ഞാൻ സമ്മതിക്കത്തില്ല. കരിങ്കാലി എന്ന് പറയും. അവളുടെ വാക്കെങ്ങാനും കേട്ടാ എന്ത് വന്നാലും നീ തന്നെ കിടക്കണം. നമ്മുടെ തറവാടിനൊരു അഭിമാനമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു നമ്മുടെ കുടുംബത്തിലെ ഒരാളെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അന്തസ്സം എന്താ? നീ സമരത്തിലൂടെ നേടിയെടുത്ത അവരെ ഇങ്ങടെ അങ്ങോട്ട് പോണ്. എടാ ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് പോ. ഞാൻ കഴിച്ചോളാം. ചാടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും. എന്നിട്ട് അവസാന നേരത്ത് എന്താ പറഞ്ഞിട്ട് കാര്യം? ഇയാളുടെ അല്ലേ മകൻ, ഇങ്ങനെ തന്നെ ചെയ്യും.